ഇതൊരു ഗംഭീര കഥയോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. അത്രയും വലിയ പീക്കൊന്നും കൊടുക്കേണ്ട ആവശ്യവും ഈ സിനിമയ്ക്കില്ല. പക്ഷേ ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ് കണ്ടത്. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ലോകം കാണാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഈ സിനിമ അതിന് നല്ലൊരു സജഷൻ തന്നെയായിരിക്കും. മാത്രമല്ല, ഈ സിനിമയെക്കുറിച്ച് ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു സംവിധായകന്റെ കഷ്ടപ്പാടാണ്, ഒരുപാട് കാലത്തെ സ്വപ്നമാണ് എന്നൊക്കെയുള്ളത്. ആ ഒരു സ്വപ്നം ഒരു വെള്ളിത്തിരയിലേക്ക് ഇങ്ങനെ വെളിച്ചമായി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് വാവ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അയാളുടെ സ്വപ്നത്തെ അയാൾ കണ്ടതുപോലെ അല്ലെങ്കിൽ അയാൾ കണ്ടതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് അയാൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സോ ഇത് അങ്ങനെ ഒരു സിനിമയാണ്. അയാളുടെ എഫേർട്ട്, അയാളുടെ സ്വപ്നം, അയാളുടെ കഷ്ടപ്പാട്, ഈ മൂന്ന് കാര്യങ്ങളെയും നമുക്ക് ഗംഭീരമായിട്ട് ഈ സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ഗംഭീര ഡയറക്ടർ തന്നെയാണ്. സോ മലയാളത്തിൽ ഇനിയും ഉറ്റുനോക്കാൻ പറ്റുന്ന നല്ല സിനിമകൾ ചെയ്യാൻ കെൽപ്പുള്ള സംവിധായകരിൽ ഒരാൾ കൂടിയായി എന്നുള്ളതാണ് ജിതിൻ ലാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഈ സിനിമയിലെ ടോവിനോ എന്ന് പറയുന്ന ഒരു അഭിനേതാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള 3 ക്യാരക്ടേഴ്സ്, 3 മാനർസങ്ങൾ ഒക്കെ കാണിക്കാൻ പറ്റിയ, എനിക്ക് തോന്നുന്നു ടോവിനോയിലെ തന്നെ ഇതുവരെ ചെയ്തതിൽ തന്നെ ഒരു ബെറ്റർ ക്യാരക്ടറിനെ കൂടി കിട്ടിയ ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. പുള്ളിക്കാരൻ അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ക്യാരക്ടറിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളിയുടെ ഫിസിക്ക് അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ട് പുള്ളി എടുക്കുന്ന എഫേർട്ട് വേറെ. അതുകൂടാതെ ഈ 3 ക്യാരക്ടേഴ്സിന് 3 മാനറിസം കൊടുക്കണം. ഈ 3 പേർക്കും 3 സൗണ്ട് മോഡുലേഷൻ കൊടുക്കണം. അതൊക്കെ വളരെ നൈസായിട്ട്, എസ്പെഷ്യലി കേളു എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അതുപോലെ തന്നെ പിന്നെ വരുന്ന മണിയൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, പിന്നെ വരുന്നത് അജയനാണ്. ഈ 3 ക്യാരക്ടേഴ്സിനെ ഒരു ക്യാരക്ടർ ആർക്കിൽ ഉൾപ്പെടുത്തിയാൽ കഴിഞ്ഞാൽ അതിൽ കേളുവിന്റെ തുടക്കവും അജയന്റെ ഒടുക്കവും ഇങ്ങനെ കറങ്ങി വരുന്നതിനിടയിൽ മണിയൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് നോച്ച് ഐറ്റമായിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മണിയനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ മണിയന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് മൂവി ചെയ്താലും കാണാൻ ആളുണ്ടാവും. കാരണം മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു സാധ്യതയുള്ളൊരു സംഭവമാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മണിയൻ. ഒരു സെപ്പറേറ്റ് സംഭവമാണ്. ഇതൊരു യൂണിവേഴ്സാക്കി മാറ്റണമെന്നൊന്നുമല്ല, എന്നിരുന്നാൽ പോലും മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ സെപ്പറേറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത്രയും ഗംഭീരമാണ്. അതുപോലെ തന്നെ ഇതില് മറ്റ് അഭിനേതാക്കൾ എന്ന് പറയുന്നത് കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, ഹരീഷ് ഉത്തമൻ, മധുപാൽ, രോഹിണി, മാല പാർവതി, കബീർ ദുഹാൻ, ബിജുക്കുട്ടൻ, സുധീഷ്, നിസ്താർ സെയ്ത്ത്, അജു വർഗീസ്, ജിതിൻ പുത്തഞ്ചേരി, ശിവജിത്ത് നമ്പ്യാർ, ജഗദീഷ്, പ്രമോദ് ഷെട്ടി, അങ്ങനെ തുടങ്ങി നല്ലൊരു മൂവിയാണ്. സോ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണിയൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ തന്നെയാണ്. ടോവിനോ ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് ആ ക്യാരക്ടറിനെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കൃതി ഷെട്ടി ഒരു രക്ഷയില്ല കേട്ടോ. എന്തൊരു ബ്യൂട്ടി, അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ. അവരെ കാണിക്കുന്ന ഓരോ ഫ്രെയിംസും ഭയങ്കര റിച്ചാണ്, ഭയങ്കര ഭയങ്കര അടിപൊളിയാണ്. സോ ക്രഷ് തോന്നിപ്പോവും ആർക്കാണെങ്കിലും. അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട്. പിന്നെ ഐശ്വര്യ രാജേഷിന്റെ ക്യാരക്ടർ വളരെ കുറച്ചുള്ളായിരുന്നെങ്കിലും കിടിലമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സുരഭി ലക്ഷ്മി 2 ഏജ് ഡിഫറൻസിൽ അവരെ കാണിക്കുന്നുണ്ട്. ആ 2 ഏരിയാസും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആക്ട്രസ് തന്നെയാണെന്നുള്ളത് വീണ്ടും വീണ്ടും അവർ കാണിക്കുന്നുണ്ട്. സോ 2 ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന വോയിസ് മോഡുലേഷൻ, ലുക്ക്, ഗെറ്റപ്പുകൾ, ഇതിനൊക്കെ ഉള്ള ചേഞ്ചസും ഭയങ്കര രസമാണ്. മണിയനുമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇവരെ കാണിക്കുമ്പോൾ തന്നെയുള്ള കുറെ സംഭവങ്ങളുണ്ട്. അവരെ ബ്യൂട്ടിയെ ഭയങ്കര രസമായിട്ട് കാണിക്കുന്നുണ്ട്. ആ ലൈറ്റും ഒക്കെ ചേർന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ബ്യൂട്ടിയും ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ബേസിൽ ജോസഫ് ഒരു സുഹൃത്ത് എന്നുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എത്തുന്നത്. ചിലയിടങ്ങളിൽ അദ്ദേഹം ചിരിപ്പിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഒരു എന്താ പറയുക, ഒരു നൈസ് ക്യാരക്ടറായിട്ട് അങ്ങ് നിൽക്കുന്നു. ഹരീഷ് ഉത്തമൻ നല്ലൊരു വില്ലൻ സ്വാഗ് പുള്ളിയുടെ കയ്യിലുണ്ട്, അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മധുപാൽ, പിന്നെ ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ ക്യാരക്ടേഴ്സിനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സുധീഷ് ഏട്ടനും ജഗദീഷ് ഏട്ടനും നിസ്താർ, ഇവർ 3 പേരെ എടുത്ത് പറയണം. കാരണം സുധീഷ് ഏട്ടൻ്റെ ക്യാരക്ടറും അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നിസ്താർ സെയ്ത്ത് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ്. ആ ഒരു ജാതീയതയൊക്കെയുള്ള ഒരു ഒരു വലിയ പാരമ്പര്യത്തെ കൊണ്ട് നടക്കുന്ന, താങ്ങുന്ന ഒരാൾ എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ആ ഒരു സംഭവത്തിനെ അയാൾ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറോട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ പെർഫോമൻസിന്റെ ഗുണം തന്നെയാണ്. പിന്നെ അജു വർഗീസ് ആസ് യൂഷ്വൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് എത്തുന്നത്. വളരെ കുറച്ച് ഏരിയാസിലേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവജിത്ത് ഒരു ഫൈറ്റ് പോർഷനിലാണ് വരുന്നത്, പക്ഷെ അതും ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഓവറായിട്ട് ഇത് ചെയ്യാനുള്ള ഒരു ഏരിയ ഒന്നുമില്ല. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഏരിയ നൈസാണ്. പിന്നെ ജഗദീഷ് ഏട്ടൻ വളരെ കുറച്ചേ ഉള്ളൂ, പൊള്ളി ക്യാരക്ടറാണ്. നാണു എന്ന് പറഞ്ഞിട്ട് കിഡിലൻ ഒരു ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെക്നിക്കൽ ഏരിയാസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയും, ഇതിനകത്ത് സിനിമാറ്റോഗ്രഫി ഗംഭീരമാണ്. ജോമോൻ ടി ജോൺ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ മേക്കിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് കുറെ ഏരിയ VFX CG ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വരുന്ന വിഷ്വൽസ്
ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതിന് ലൈറ്റിങ് ചെയ്യുക എന്ന് പറയുന്നത് ഒക്കെ ഗംഭീരം റിച്ച് ഫ്രെയിംസ്. ഞാൻ പറയില്ലേ, കൃതി ഷെട്ടിയെ കാണിക്കുന്നത് പോലെയുള്ള അത്രയും റിച്ച്നെസ് നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണ്. അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ. പോളി എഡിറ്റിംഗ് മച്ചാനെ ഒരു രക്ഷയില്ല, കിഡിലുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദിബു നൈനാന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്കോറും വേറെ ലെവലാണ്. ഇതിനകത്ത് പാട്ടുകളൊക്കെ ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് അതിനകത്ത് ഒരു ഫോക്ക് സോങ്ങിന്റെ ഒരു സംഭവമുണ്ട് അവസാനത്തോടെ അടുക്കുമ്പോൾ. അതുപോലെ തന്നെ കൃതിയായിട്ടുള്ള ഒരു സോങ് ഉണ്ട്, അതും നൈസാണ്. പിന്നെ ഇതിനിടയിൽ ഒരു സോങ് വരുന്നുണ്ട്. സംഭവം ഒരു വൈബ് പിടിച്ചൊരു സാധനമാണ്. അത് ഇങ്ങനെ 2-3 തവണയൊക്കെ കേട്ട് വരുമ്പോഴേ അതിൻ്റെ ഒരു സംഭവമുള്ളൂ. പക്ഷെ ഇത് മൂന്നും നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം വന്നിട്ടൊരു സ്കോർ കൊണ്ടുവന്നൊരു സെറ്റിയൊക്കെ ഉണ്ട്. ആ കഥയുടെ പീക്കിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകും. മൾട്ടിപ്പിൾ വിഷ്വൽസ് ഇങ്ങനെ മാറി 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 വരുന്നുണ്ട്. അതിന് ആ പീക്ക് ചെയ്യുന്ന മ്യൂസിക്കും കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ ഒന്നും പറയാനില്ല, സുജിത് നമ്പ്യാരുടെ റൈറ്റിംഗ് നൈസാണ്, പൊളിയാണ്. ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുക, പുതിയൊരു ലോകത്തെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെയൊക്കെ എഴുതി ഫലിപ്പിക്കാൻ ചെയ്യുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. സോ അതിനെ ഗംഭീരമായിട്ട് മേക്ക് ചെയ്ത് ഓരോ ഓഡിയൻസിന്റെ ഫ്രണ്ടിലേക്ക് എത്തി അവൻ ഒട്ടും ലാഗില്ലാതെ അവനെ മാക്സിമം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ഏരിയാസിലും എന്റർടൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സംവിധായകന്റെയും അയാളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയിൽ എനിക്ക് വലിയ നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തില്ല. കാരണം ഇതിനകത്ത് കഥയിൽ വരുന്ന ഒരു ഗ്രാഫിന്റെ കയറ്റം ഇറക്കം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാത്തിനെയും വളരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ചില ഇടങ്ങളിലുള്ള ചില പോരായ്മകളെ നമുക്ക് കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ഈ സിനിമ വേറൊരു അർത്ഥത്തിലേക്ക് മാറും. ഇതൊരു ഗംഭീര കഥയോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. അത്രയും വലിയ പീക്കൊന്നും കൊടുക്കേണ്ട ആവശ്യവും ഈ സിനിമയ്ക്കില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെടുത്ത പണി അത് ഗംഭീരമാണ്. സോ ഈ സിനിമ നിങ്ങൾ കഴിയുമെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള, നല്ല വിഷ്വൽ ക്വാളിറ്റി കിട്ടുന്ന ഒരു 3D തിയേറ്റർ തന്നെ സജസ്റ്റ് ചെയ്യുക. അവിടെ തന്നെ പോയി സിനിമ കാണുക. അല്ലാണ്ട് ഒരു 2D ഈ സിനിമ ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്തില്ല. അതിനേക്കാൾ ഉപരി ആ 3Dയിലൂടെ ഉള്ള എഫക്ട്സ് കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഒരു രസമുണ്ട്, അതൊരു ഫീലാണ്. സോ കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് പോയാൽ പോലും ഇതൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഒന്നുമല്ല. സ്പൂൺ ഫീഡ് ചെയ്ത് തന്നെ കഥ പറയുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ്. അല്ലാതെ വലിയ മാരക സംഭവങ്ങളൊന്നും കഥയിൽ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ഒന്നും പറയുന്നതൊന്നുമല്ല. സിമ്പിളായിട്ട് കഥ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ആ പറഞ്ഞു വെക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ കുട്ടികളായിട്ട് പോയിരുന്ന കണ്ടാൽ പോലും അവർക്കും എന്റർടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറേ സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. കുറേ നൈസായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആർട്ട് ഒന്നും പറയാനില്ല. ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചില ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസ് ഒക്കെ ഭയങ്കര രസമാണ്. എസ്പെഷ്യലി മണിയന്റെ ഏരിയാസ് ഒക്കെ. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ഈ സിനിമ നല്ലൊരു തിയേറ്ററിൽ തന്നെ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. സോ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും